വെൽക്കം ടു അപ്ഡേറ്റ്സ് കോണർ. അപ്പോ തമിഴിൽ തന്നെ തുടങ്ങിയാലോ? എന്താ തമിഴിലിപ്പോ ഏറ്റവും ഇപ്പോ ഇന്നലെ ഒക്കെ വന്ന ന്യൂസ് അനുസരിച്ച് കൂലി തന്നെയാണ് ട്രെൻഡ് റേസിൽ നിൽക്കുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആണ് അതിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. കൂളിയുടെ റിലീസ് ഡേറ്റിനെ പറ്റിയിട്ട് കൃത്യത വന്നു. ഇപ്പോൾ സിനിമ ഇൻഡിപെൻഡൻസ് വീക്ക് August 14 സിനിമ റിലീസ് ചെയ്യും. ആര് ക്ലാഷിന് വന്നാലും സിനിമ റിലീസ് ചെയ്യും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടൊരു ഡേറ്റോട് കൂടിയിട്ട് സിനിമ പോസ്റ്റ് പുറത്തു വിട്ടിരിക്കുന്നത്. മുന്നേ വാർ 2 ആണ് ആ ഡേറ്റിന് ഓഗസ്റ്റില്. ഇപ്പോ വാർ 2ന്റെ കാര്യത്തില് ഓഗസ്റ്റിൽ തന്നെ വരുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് കൺഫർമേഷൻ ഒന്നുമില്ല. കൂലി ഇതേപോലെ തന്നെ ആഗസ്റ്റ് വരുമോ ഒക്ടോബർ വരുന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഉറപ്പായി ഓഗസ്റ്റ് തന്നെ വരും എന്നുള്ളത്. അപ്പൊ പിന്നെ ഒക്ടോബർ റിലീസൊക്കെ ഓൾമോസ്റ്റ് ആ സ്ലോട്ട് ഫ്രീ ആയതുകൊണ്ട് അവിടെ ദീപാവലിക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമുക്ക് സിനിമയുടെ കാസ്റ്റ് നോക്കിയാലോ? കൂലിയുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻസംബിൾ കാസ്റ്റ് ആണ്. അതായത് എല്ലാ ലാംഗ്വേജിലും സൗത്ത് ഇന്ത്യയിൽ എല്ലാ ലാംഗ്വേജിൽ നിന്നും ഓരോരുത്തരെ വന്നു പറഞ്ഞ മാതിരി. ഇപ്പൊ തെലുങ്കിൽ നിന്നാണെങ്കിൽ നാഗാർജുന ഉണ്ട്, അതേപോലെ തന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര ഉണ്ട്, മലയാളത്തിൽ നമ്മൾ സൗബിൻ ഉണ്ട്. അമീർ ഖാന്റെ കാസ്റ്റ് ആണ് അതിൽ ഭയങ്കര സർപ്രൈസിങ്. അമീർ ഖാന്റെ ഒരു പോസ്റ്റർ ഇതുവരെ വിട്ടിട്ടില്ലെങ്കിലും ആളതില് ചെയ്യുന്നുണ്ട് എന്നുള്ള ഏകദേശം ഉറപ്പായി. പിന്നെ ഇപ്പോ സത്യരാജ് ഉണ്ട് സിനിമയില്. സത്യരാജ് രജനീകാന്ത് അത് ഭയങ്കര ഇതാണ്. കുറെ കാലം ഒരു ശിവാജിയിൽ ആദ്യം സത്യരാജനായിരുന്നു വില്ലനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ അല്ലാതെ. ആദ്യം മോഹൻലാലിനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സത്യരാജിനെ വിചാരിച്ചിരുന്നു. പിന്നെയാണ് അത് സുമലിക്ക് വരുന്നത്. പിന്നെ ശ്രുതി ഹാസൻ ആണ് വേറൊരു കാസ്റ്റ്. പിന്നെ ലോകേഷ് കനകരാജിന്റെ സിനിമയിൽ സാധാരണ ഉണ്ടാവാറുള്ള എല്ലാവരും ആ സിനിമയിലുണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ സിനിമയുടെ റിലീസ് ഏകദേശം കൺഫേം ആയതിൽ സിനിമ നമ്മുടെ വാറിനായിട്ട് ക്ലാഷ് വെക്കാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നോർത്തില് ആ പടം വാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ YRF യൂണിവേഴ്സിലെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിംസ് വന്നായിരുന്നു വാർ. അതിന്റെ സീക്വലും അതിൽ നമ്മുടെ NTR അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ പോയിട്ട് കൂലി കളക്ട്, കാരണം കൂലിനെ സംബന്ധിച്ചിടത്തോളം ആ ഫിലിം അവർ പ്ലാനിങ് അത് ടാർഗറ്റ് ചെയ്യുന്നത് 1000 crore ആണ്. അവർക്ക് 1000 കോടിക്ക് അവരത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഒരു ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നടക്കുന്നതല്ല. പക്ഷെ അപ്പോഴാണ് നമുക്ക് അമീർ ഖാൻ സിനിമയിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയത്. പിന്നെ സ്പൈ യൂണിവേഴ്സിറ്റി ഒരു സിനിമ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോ YRFന്റെ സ്പൈ യൂണിവേഴ്സിലുള്ള സിനിമകൾ നമുക്കറിയാം. ഏക്ത ടൈഗർ മുതൽ പത്താൻ വരെയുള്ള സിനിമകളുണ്ട്. അപ്പൊ ഇപ്പോ നമ്മളെ പത്താനില് സൽമാൻ ഖാൻ വന്ന പോലെ അല്ലെങ്കിൽ വാറിൽ സൽമാൻ ഖാനോ ഷാരൂഖ് ഖാനോ ആര് വേണമെങ്കിലും വരാം. അത് സിനിമക്ക് ഗുണമാണ്. അതെ അതെ, അത് അവർക്കും അറിയാതെ. അപ്പോ എന്താ പറയാ, ക്ലാഷ് ആണെങ്കിൽ നല്ലൊരു മത്സരം നമുക്ക് കാണാം. ക്ലാഷ് അല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ നമുക്ക് വാറിന്റെ കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ഇട്ട് കിട്ടിയിട്ടില്ല. അവർ വരും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഒരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂലി നമുക്കിപ്പോ കൺഫേം ആയിട്ടുണ്ട്. ഇനി രജനിയുടെ അടുത്ത് ഷൂട്ട് നടക്കാൻ പോകണം. അതായത് ഇപ്പൊ രജനി ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിം നമ്മുടെ നെൽസന്റെ ജയിലർ 2 ആണ്. നമുക്കറിയാം എത്ര വലിയ ഹിറ്റ് ആയിരുന്നു അറിയാം. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും വലിയ രീതിക്കാണ്. ഇപ്പൊ ചെന്നൈയിലാണ് പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കേരളത്തിലൊരു സെക്കൻഡ് ഷെഡ്യൂൾ നടക്കണമെന്നുണ്ട്. അത് അട്ടപ്പാടിയില് ഒരു സെറ്റ് ഇട്ടതിന്റെ ഒരു പോസ്റ്റ് അവര് ഒഫീഷ്യലായിട്ട് ഇട്ടതല്ല, പല ആൾക്കാരും ഫോട്ടോ ദൂരത്തുനിന്ന് എടുത്തത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്നെ അത് മീഡിയ ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ അവരെന്നെ അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ ചിലത് ഇപ്പോഴും കാണാം. അതൊരു കാർണിവൽ നടക്കുന്ന രീതിയിലുള്ള ഒരു ഇതിന്റെയോ അതൊരു ഗ്രാമത്തിനോട് ബന്ധപ്പെട്ട ഒരു സാങ്കേതികതയാണ് കാണിക്കുന്നത്. ഇപ്പോ ജയിലറിന്റെ കാസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ലെങ്കിലും ചില സൂചനകൾ ഇപ്പൊ ഉണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് പാർട്ടത്തെ പോലെ തന്നെ ഓരോ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാരുണ്ടാവും കേൾക്കുന്നുണ്ട്. നമ്മുടെ ശിവരാജ് കുമാർ ഉണ്ടെന്നുള്ള കാര്യം ഷുവറാണ്. ഒരു ചെറിയ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരു 12-13 ദിവസത്തെ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടു. അതിപ്പോ നമ്മളൊരു ഇന്റർവ്യൂല് ഇർഫാനായിട്ടുള്ള ഇന്റർവ്യൂല് ചോദിച്ചപ്പോ പറയുകയും ചെയ്തില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിച്ചാ പോകുന്നുള്ളത്. ജയിലറിന്റെ കാര്യത്തിലാണെങ്കിൽ ലാസ്റ്റ് ഷെഡ്യൂളാണ് കാലഘട്ടം വന്നത്. നന്നാവും. കാരണം ഇവിടെ പടം നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്യുവിന്റെ പേരൊന്നും മെൻഷൻ ചെയ്താൽ തന്നെ തിയേറ്ററിൽ എന്താണെന്ന് അറിയാലോ. പല അനിരുദ്ധിന്റെ പല വർക്കുകളിലും ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് മാത്യുവിന്റെ തീം എന്ന് പറഞ്ഞ ആ സംഗതി. പിന്നെ എന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബാലകൃഷ്ണ സിനിമയിൽ ഉണ്ടെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് വരണം എന്ന് എന്റെ ഒരു ആഗ്രഹമുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ. ഇപ്പോ
ഇപ്പൊ NDK-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉള്ള അദ്ദേഹത്തിന്റെ ഇമേജ് കുറച്ച് വ്യത്യാസമാണ്. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള കണ്ടിരുന്നതിനുപരി ഇപ്പൊ ബാലകൃഷ്ണന്റെ ഇമേജ് കുറച്ച് വ്യത്യാസം വന്നു. ഇവിടെ നമ്മൾ ഇവിടുത്തെ ഓഡിയൻസ് അദ്ദേഹം അത്രമേൽ കളിയാക്കി ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒറ്റ ഫിലിം കൊണ്ട് അദ്ദേഹത്തിന്റെ റേഞ്ചായി മാറിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ കോവിഡ് അഖണ്ഡ അല്ലാതെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൾ തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേന്ന് കേട്ടത്. അതായത് വീരസിംഹറെഡ്ഡി അഖണ്ഡ, ഇപ്പൊ അഖണ്ഡ 2-ന് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മഹാരാജ്. അപ്പൊ അടുത്തത് ഭഗവന്ത് കേസരി ഈ ഒരു സമയത്ത് റിലീസ് ആയതോ? ഭഗവന്ത് കേസരി ആണ് പറയുകയാണെങ്കിൽ അതിൽ കുറച്ച് ഈ കളക്ഷൻ വൈസ് ഒക്കെ ചിലപ്പോ കുറച്ച് ഡിമാൻഡുള്ള പടം അതായിരിക്കാം. അപ്പൊ അങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ വില്ലനുമായിട്ട് സംബന്ധിച്ച് എന്തോ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ധനുഷ് ആയിരിക്കാം എന്നൊരു വാർത്ത മുമ്പ് കേട്ടിരുന്നു. വളരെ മുമ്പായിരുന്നു റൂമർ ഉണ്ടായിരുന്നത്. പിന്നെ കേട്ടിരുന്നത് സിനിമയുടെ മെയിൻ വില്ലനായിട്ട് നമ്മുടെ മലയാളം നടൻ ചെമ്പൻ വിനോദ് ഉണ്ടെന്നുള്ള കേട്ടിരുന്നു. പിന്നെ ചെമ്പൻ വിനോദ് ഓൾറെഡി തമിഴ് അഭിനയിച്ചുള്ളതാണ്. ഇപ്പൊ കേൾക്കുന്ന വാർത്ത സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് S.J. സൂര്യ ആണെന്നുള്ളതാണ്. എന്താണ് അതിനെ പറ്റിയിട്ട് പ്രതീക്ഷ? അദ്ദേഹമാണ് വരുന്നതെങ്കിൽ, ഒഫീഷ്യൽ ആയിട്ടില്ല, വരുന്നതെങ്കിൽ എന്തായിരിക്കും? മാനാടും മാർക്കാനും കണ്ടിട്ടുള്ളതാണ്. S.J. സൂര്യ ഒരു വില്ലൻ ഇതിലേക്ക് വരുന്നത് സ്പൈഡർ ഫിലിം അതായത് നമ്മളെ ആ സിനിമ അത് വലിയൊരു വിജയമായിരുന്നെങ്കിലും അതിൽ S.J. സൂര്യയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെട്ട ഒന്നാണ്. ഹീറോന്റെ മേലെ പോയ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ടാണ് മെർസൽ വന്ന് നോക്കുമ്പോ നമുക്കൊരു പുതിയ ഒരു ആക്ടർ, നല്ലൊരു ആക്ടർ വന്ന മാതിരി എല്ലാവർക്കും ഇത് തന്നെയാണ്. പിന്നീട് അദ്ദേഹം ഒരു തമിഴിലെ ഒരു ഒഫീഷ്യൽ വില്ലനായിട്ട് തന്നെ കുറെ സിനിമകൾ ചെയ്തു, മാർക്ക് ആന്റണി വരെ. ഇപ്പോ ധീരധീര സൂരനില്, പിന്നെ ഇനിയിപ്പോ വരാൻ പോകുന്ന സർദാർ 2-ല് കൃത്യമായിട്ട് ആ ക്യാരക്ടറിന് ഒരു പോസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യം വന്നു. അപ്പൊ സർദാർ 2-ലും എന്താ പറയാ മേക്ക് ഓവർ എന്നല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മള് മാനാട് കാണുമ്പോഴും അതേപോലെ തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ള ആ ഡയലോഗ് ഡെലിവറി, ആ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രായനിലെ ആള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വില്ലൻ വേഷം നന്നായിരിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ അട്ടപ്പാടിയിലാണ് സിനിമ സെറ്റ് വർക്ക് നടക്കുന്നത്. 2 മാസത്തെ ഷെഡ്യൂളാണ് കേൾക്കുന്നത്. അപ്പോ സിനിമ അടുത്ത വർഷം ഏപ്രിലിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ സിനിമയെ പറ്റിയുള്ള വാർത്തകൾ. ഇനിയിപ്പോ തമിഴിൽ നിന്ന് അടുത്ത വാർത്ത തമിഴിൽ നിന്ന് നമ്മുടെ ഇപ്പൊ കൂലി ഓൾമോസ്റ്റ് കൺഫേം ആയല്ലോ. അപ്പൊ നമ്മുടെ ഒക്ടോബർ ദീപാവലി സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോ നമ്മുടെ കൂലിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതിന് 2 ദിവസം മുമ്പ് നമ്മുടെ ധനുഷ് വീട്ടിലേക്കുള്ള സിനിമയുടെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി റിലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെ, ഈ ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്യേണ്ട ഫിലിമാണ്. അത് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു ഗ്യാപ്പാണ് വന്നത് ഏപ്രിൽ നിന്ന് ഒക്ടോബർ എന്ന് പറയുമ്പോൾ. അപ്പൊ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ ഇനി ഏതോ വിദേശത്തുള്ള ഭാഗങ്ങൾ ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ അരുൺ വിജയ്, നിത്യ മേനോൻ, ധനുഷ് ഇവരെ പോർഷൻസ് ആണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ധനുഷ് ഇപ്പൊ ഏതൊരു ഫിലിം ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഹിന്ദി ഫിലിം ആണെന്ന് കേട്ടത്. അപ്പൊ ആ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് വേറെ നമ്മുടെ ആ സിനിമയുടെ സീക്വലോ പ്രീക്വലോ അങ്ങനെ എന്താണെന്ന് കേട്ടത്. കൃത്യമായിട്ട് വാർത്ത അറിയില്ല. അപ്പൊ ധനുഷ് ഡയറക്ട് ചെയ്യുന്ന സിനിമ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതിൽ ജോയിൻ ചെയ്യുള്ളൂ. എന്തായാലും സിനിമ ഒക്ടോബർ 1-ാം തീയതി റിലീസാവും. പിന്നെ നമ്മുടെ ദീപാവലി സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇപ്പൊ പ്ലാൻ ചെയ്യുന്ന 2 സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൂര്യയുടെ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ 45 നമ്മുടെ ഡ്രീം വാലി പിക്ചേഴ്സിന്റെ ഫിലിം, പിന്നെ മദ്രാസ് നമ്മുടെ മുരുകദാസിന്റെ ഫിലിം. ഈ 2 സിനിമയും ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ മദ്രാസ് ചെറിയൊരു പാച്ച് വർക്കും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ സിനിമ ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്തോടത്തോളം വർക്ക് കഴിഞ്ഞു. അപ്പൊ ആ സിനിമ ഓൾമോസ്റ്റ് ഉറപ്പാണ് ദീപാവലി കഴിഞ്ഞു. ശിവകാർത്തികൻ ഒഴികെയുള്ള ഓൾമോസ്റ്റ് ആൾക്കാർ ഡബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സിനിമ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സൂര്യ 45 എന്തോ ഷൂട്ട് ഡീൽ ആയിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ എന്തോ ഡീൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് സിനിമയ്ക്ക് ഒരു വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നില്ല. സൂര്യ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടൊരു വാർത്ത അല്ലാതെ വേറെ ഒന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് മാർച്ചിൽ RJ ബാലാജി ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടത് ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മൾ ഷൂട്ട് നിന്നു പോയായിരുന്നു അറിഞ്ഞത്. ആ സിനിമ നമ്മുടെ മെട്രോ പോലെ തന്നെ വളരെ രഹസ്യമായിട്ട് ഷൂട്ട് കൊണ്ടുവന്നത്. ഇപ്പോ റീസെന്റ് ഒരു വാർത്ത അറിഞ്ഞത് സിനിമ ചെന്നൈയിൽ എവിടെ ഒരു അമ്പലത്തിന്റെ ഒക്കെ സെറ്റ് ഇട്ടിട്ടോ ഒരു ഡാൻസ് നമ്പർ 500 ഡാൻസേഴ്സിനെ വെച്ചിട്ട് പ്ലാനിങ് പറഞ്ഞിട്ട് റീസെന്റ് പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ സൂര്യ ദൃശ്യൊക്കെ ചേർന്നിട്ട്. അപ്പൊ ഇനി 1.5 മാസം കൂടി കഴിഞ്ഞാലേ സിനിമ ഷൂട്ട് കഴിയുള്ളൂ എന്ന് കേൾക്കണത്. സിനിമയുടെ പ്ലോട്ട് ഇപ്പൊ കേൾക്കുന്നത് ഒരു മാസാനിയം എന്ന് പറഞ്ഞിട്ടൊരു പ്ലോട്ടാണ് കേൾക്കുന്നത്.
ഇപ്പൊ തമിഴിലത്തെ കാര്യം പറയുമ്പോ മലയാളത്തിലെ കാര്യം നമ്മൾ പറയണം. ഇപ്പോ മലയാളത്തില് ഇപ്പോ ഹോട്ടായി നിൽക്കുന്ന 2-3 അപ്ഡേറ്റ് ഉണ്ട്. ഇപ്പൊ അതിലേറ്റവും നമ്മൾ പ്രധാനപ്പെട്ടത് പറയേണ്ടത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ കാര്യം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകള് ഇടയ്ക്കിടെ ഓരോ സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ ചില സിനിമകള് നമുക്ക് കണ്ട ആ സിനിമക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണെന്നുള്ള പറയുന്ന പോലെ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്ന വർഷങ്ങൾക്ക് ശേഷം അതുപോലെയാണ് ഈ വർഷം ഉജ്ജ്വലം എന്ന് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു കോമഡി പടം ആവുമെന്ന് വിചാരിച്ചിരുന്നോടത്ത് നിന്ന് അതിന്റെ സ്ക്രിപ്റ്റ് വൈസ് അത് ഒരു യൂണിവേഴ്സിൽ തന്നെ ബന്ധിപ്പിച്ചിട്ട് മിന്നൽ മുരളിയോടും കൂടി ചേർത്തിട്ട് അത് കുറച്ചും കൂടി നല്ല രീതിയിലാണ് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ട്രെൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ സായി ശ്രീനിവാസ ആത്രേയ എന്ന് പറഞ്ഞ സിനിമ, അതൊരു കോമഡി പടാന്ന് വിചാരിച്ചിട്ട് തന്നെ ആ നവീൻ പോളിച്ചിട്ടുള്ള സിനിമ. അതിലും ഡിറ്റക്റ്റീവ് സീരിയസ് കോമഡി ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു കേസിലേക്ക് വരുന്ന രീതിയിലേക്ക് അത് ആ ഒരു ട്രെൻഡ് അങ്ങനെയാണ് ഇതിൽ വന്നത്. അപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തോ സീരിയസ് ആയിട്ട് ഇപ്പോ എമ്പുരാൻ വന്നപ്പോ സിനിമയുടെ ട്രെയിലർ ഉണ്ടായിരുന്നു. അപ്പോ അതിന് ചെറിയൊരു പോർഷൻ ലീക്ക് ആയപ്പോ തന്നെ വളരെ രസകരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോ നല്ല അഭിപ്രായം. അതെ, അപ്പൊ നാളെ സിനിമയുടെ ട്രെയിലർ വരും എന്നുള്ള അവർ ഒഫീഷ്യലി പോസ്റ്റർ കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, നാളെ 11 മണിക്കാണ് ട്രെയിലർ വരുന്നത്. 6-ാം തീയതി. അതെ 6-ാം തീയതി. പിന്നെ ഇപ്പോ നമ്മുടെ പൃഥ്വിരാജ് സുകുമാറിന്റെ വിലായത്ത് ഫിലിം ഉണ്ടല്ലോ, നമ്മുടെ സച്ചി ചെയ്യാനിരുന്ന സിനിമ. ഓക്കെ, ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യുന്നത് ഓണത്തിലേക്കാണ്. GR ഇന്ദുഭവന്റെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ നോവലിന്റെ തന്നെ ഈ മറയൂര് ചന്ദന ആ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. ആ ക്യാരക്ടറിന്റെ കുറെ സ്റ്റിൽസ് സിനിമയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റിൽ വന്നില്ല എന്നുള്ളൂ, പോസ്റ്റർ അല്ലാണ്ട്. പക്ഷെ ക്യാരക്ടർ സ്റ്റിൽസ് നമ്മൾ ഒരുപാട് കണ്ടു. ഇപ്പൊ ലാസ്റ്റ് പടം ഷൂട്ട് കഴിഞ്ഞ സമയത്ത് പോലും റാപ്പ് ചെയ്യുമ്പോ ഷമിതിലകൻ ഒരു ജീപ്പ് വെള്ളത്തിൽ കൂടെ പോകുന്നതല്ലാണ്ട് സിനിമയെ സംബന്ധിച്ചൊന്നും. ഇനി ഇതേമാതിരി വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിലാണ്. ഹിറ്റ് മെയ് 1-ാം തീയതി സൂര്യയുടെ റെട്രോ വരുന്ന പോലെ മെയ് 1-ാം തീയതി വരുന്ന ഫിലിമാണ് ഹിറ്റ് സീരീസിലത്തെ 3-ാമത്തെ സിനിമയാണ്. ഹിറ്റ് ഫസ്റ്റ് കേസ് വിശ്വക്സൻ നായകനായിട്ട് അഭിനയിച്ചു. ഹിറ്റ് സെക്കൻഡ് കേസ് ആദിശേഷൻ നായകനായിട്ട് അഭിനയിച്ചു. ഹിറ്റ് 3 നാനിയാണ്. മറ്റു 2 സിനിമകളിലും പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആൾ തന്നെ ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ തന്നെ ഹിറ്റ് സെക്കൻഡിൽ നാനി ക്ലൈമാക്സിൽ നാനി പുതിയ തലവനായിട്ട് നാനി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആ ഓഫീസറിനെ കാണിക്കുന്നു. ഇതിൽ രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ തമിഴോ മലയാളത്തിൽ നിന്നോ പ്രമുഖരായിട്ടുള്ള താരങ്ങൾ ഇതിന്റെ ക്ലൈമാക്സ്. പേരാണ് കേൾക്കുന്നത് അതിനകത്ത് നമ്മുടെ കാർത്തിയും പിന്നെ DQന്റെ പേരാണ് കേൾക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. അത് ഇതില് ഒരു തമിഴ് ആക്ടർ വരും. അടുത്ത പടം തമിഴ് ഹിറ്റ് 4 ആയിട്ട് വരും. അതിന്റെ ഒരു ഹിറ്റ് 5 ആയിട്ട് അടുത്ത ആക്ടർ അതിന്റെ അതിലും വരികയും ചെയ്യണമെന്ന്. കാർത്തി ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും തെലുങ്കിൽ നല്ല സപ്പോർട്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. തെലുങ്ക് മാത്രമല്ല തെലുങ്കിലും കൂടി മാർക്കറ്റുള്ള ആൾക്കാരാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാളാണെങ്കിൽ ഈ സിനിമ പല ഭാഷയിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്യാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഷയിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അത് എല്ലാ ഭാഷയിലും. കാർത്തി ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും നമുക്ക് 5 ഭാഷയിലും സിനിമ എന്താ പറയാ ഡബ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ വന്നായിരുന്നു നമ്മുടെ മാർക്കോ സിനിമയുടെ ഡയറക്ടർ ഹനീഫ് അദേനി. അദ്ദേഹം റീസെന്റ് ഒരു ഫോട്ടോ ഇൻസ്റ്റയില് പങ്കിടുണ്ടായി ദിൽരാജുവിന്റെ കൂടെ. ദിൽരാജു പറഞ്ഞാൽ നമുക്ക് അറിയാം SVC ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ്, തെലുങ്കിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസ് ആണ് അവര്. നമ്മുടെ റീസെന്റ് ഗെയിം ചേഞ്ചർ, വാരിസ്, അതുപോലെ തന്നെ മഹേഷ് ബാബുവിന്റെ ഒരുപാട് സിനിമ മഹർഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു ഹിറ്റ് സംക്രാന്തി. അതെ. ഇപ്പൊ കഴിഞ്ഞ മാസം എങ്ങാണ്ട് റിലീസായ ഫിലിമായിരുന്നു. മഹർഷി സിനിമ ദേശീയ അവാർഡ് കിട്ടിയതാണ് ഒരു സിനിമയാണ്. അത് റീജിയണൽ ആയിട്ട് അല്ലാതെ മികച്ച ചിത്രത്തിനുള്ളതല്ല, റീജിയണൽ ആയിട്ട് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. അപ്പൊ അവരാണ് നമ്മുടെ ഹനീഫിന്റെ അടുത്ത പടം ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പൊ മാർക്കൊക്കെ നമുക്കറിയാം ഹിറ്റായിരുന്നു, നോർത്തിലും എല്ലായിടത്തും ഹിറ്റായ ഫിലിമാണ്. അപ്പൊ അദ്ദേഹം ഇതേപോലെ വലിയ പ്രൊഡക്ഷൻ ഹൗസിനൊപ്പം ചേരെ പറയുമ്പോൾ നമുക്ക് അത് ഏത് ലാംഗ്വേജ് ഫിലിമാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അത്ര വലിയ ടെക്നീഷ്യൻസ്, വലിയ ആക്ടേഴ്സിനൊക്കെ ഈ പ്രൊഡക്ഷൻ ഹൗസിനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പടം ഓണാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം?
പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആക്ടറാണെന്ന് മാർക്കോലി പുള്ളി തെളിയിച്ചിട്ടുണ്ട്. അത് ഒരു മോസ്റ്റ് വയലന്റ് ഫിലിം ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞ ടാഗ്ലൈൻ വന്നൊരു സിനിമ. അതും കില്ല് വന്നതിന് ശേഷം വരിക എന്ന് പറയുമ്പോൾ ശേഷം കുറച്ചും കൂടി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് ഒരു വിവരങ്ങളും സംഗതി വന്നിട്ടില്ല. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം.